ഇന്ന് ക്രിസ്മസ് എളിമയുടെയും സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശവുമായി ഉണ്ണിയേശു നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വീണ്ടും പിറക്കുന്നു. പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് ക്രിസ്മസ് പിറക്കുന്നത്. ഈ കലുഷിതവും പ്രക്ഷുബ്ധവുമായ ഈ സാഹചര്യത്തിൽ ക്രിസ്തുവിൻ്റെ സന്ദേശത്തിന് വളരെയധികം പ്രസക്തിയേറുകയാണ്. മനുഷ്യർ ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും വർഗത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ വിവിധ തട്ടുകളായി നിന്ന് വളരെ വളരെ വലിയ തോതിലുള്ള ചേരിതിരിവുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ക്രിസ്തു ടീച്ചിങ്സ് സന്ദേശങ്ങൾക്ക് വളരെയധികം പ്രസക്തി ഉണ്ട്. ഈ പുണ്യദിനത്തിൽ എനിക്ക് എൻ്റെ ബൈബിൾ വായനയിൽ എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്ന ചില സുവിശേഷ ഭാഗങ്ങളുണ്ട്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 6ഉം 25ഉം വാചകങ്ങളാണ്. മനുഷ്യൻ്റെ പേരിൽ ആധിപത്യം സ്ഥാപിക്കാൻ തോന്നുന്നത് തന്നെ അവൻ്റെ ഉള്ളിലെ ഒരു അരക്ഷിതാവസ്ഥ കൊണ്ടാണ്. അത് രാഷ്ട്രത്തിനാണെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഉള്ളിലെ അരക്ഷിതാവസ്ഥ കൊണ്ടാണ്, ആകുലത കൊണ്ടാണ്, ഉത്കണ്ഠ കൊണ്ടാണ്. നാളെ എന്തു സംഭവിക്കും, നാം ഭൗതികമായി സുരക്ഷിതരായിരിക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന തോന്നലുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റ് വ്യക്തിയേക്കാൾ അല്ല മറ്റു രാഷ്ട്രത്തേക്കാൾ മേൽക്കോയ്മ വേണം. അതല്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ വികസനത്തിന് ഭൗതികമായ വികസനത്തിന് അത് വിഘാതമായേക്കാം, നാളേക്ക് കരുതി വെക്കേണ്ടതുണ്ട് എന്ന തോന്നലൊക്കെ രൂഢമൂലമാവുമ്പോഴാണ് പരസ്പരം ശത്രുത വരുന്നത്. പരസ്പരം വെട്ടിപ്പിടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അവനവൻ്റെ ഇടങ്ങൾ ഭദ്രമാക്കാൻ നോക്കുന്നത്. ആ സാഹചര്യത്തിൽ മത്തായി സുവിശേഷത്തിൽ പറയുന്നു, ആകാശത്തെ പറവകളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. വയലിൽ ലില്ലിപ്പൂവുകളെ നോക്കൂ, അവർ നൂൽക്കുന്നില്ല, അധ്വാനിക്കുന്നില്ല. എന്നിട്ടും അവർ എത്ര ഭംഗിയായാണ് ഈശ്വരൻ അവരെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. സോളമൻ അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്ത് പോലും ഇത്ര ഭംഗിയായി ഒരുങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് കത്തി നശിക്കുന്നതും ചാമ്പലാവുന്നതും മണ്ണിനോട് ചേരുന്നതുമായ സംഗതികൾ ഇത്രയധികം ഭംഗിയാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ അവയിലെല്ലാം വെച്ച് ശ്രേഷ്ഠമായ സൃഷ്ടിയായ മനുഷ്യനെ സംരക്ഷിക്കാൻ ദൈവത്തിനാകുമല്ലോ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പറവകളെപ്പോലെ അവരെത്ര സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അവർക്ക് ആകുലതകളൊന്നുമില്ല. അപ്പോൾ ആകുലതകളൊന്നും വേണ്ട, നമ്മുടെ കർമ്മം മാത്രം ചെയ്യാനാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. അത് ആദ്യം രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ളത്. അപ്പോൾ മനുഷ്യനെ സ്നേഹിച്ചാൽ തന്നെ ഇവിടെ സോഷ്യലിസം ഉണ്ടാവും. മനുഷ്യനെ സ്നേഹിച്ചാൽ തന്നെ ശത്രുക്കളെ സ്നേഹിക്കാനും കൂടിയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അവിടെ അങ്ങനെ ചെയ്താൽ തന്നെ സമൂഹത്തിൽ തട്ടുകളില്ലാതെ വരും, സമത്വം വരും. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 25 പറയുന്നു, സ്വർഗരാജ്യം എപ്പോൾ വരും എന്ന് മണവാളനെ കാത്തു നിൽക്കുന്ന വിവേകമതികളായ 5 സ്ത്രീകളും വിവേകമില്ലാത്ത 5 സ്ത്രീകളും ഒരു രംഗം പറയുന്നുണ്ട്. അതിൽ വിവേകമതികളായ സ്ത്രീകൾ മണവാളൻ വരുന്നെന്ന് പറഞ്ഞ് എല്ലാ മുന്നൊരുക്കങ്ങളും കൃത്യമായി ചെയ്യുന്നു. അവർ വിളക്കും എണ്ണയും കരുതുന്നു. വിവേകമില്ലാത്ത സ്ത്രീകൾ അവർ വിളക്ക് മാത്രം എടുക്കുകയും എണ്ണ എടുക്കാൻ മറക്കുകയും ചെയ്യുന്നു. അടുക്കും ചിട്ടയില്ലാത്ത ജീവിതമായതുകൊണ്ട് തത്രപ്പാടിൽ പലതും മറന്നു വെച്ചു പോരുന്നു. മണവാളൻ വരാനായി ഏതാനും നിമിഷങ്ങൾ ബാക്കി നിൽക്കെ വിവേകമതികളായ സ്ത്രീകൾ വിളക്കിൽ എണ്ണ ഒഴിച്ച് കത്തിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ വിവേകമില്ലാത്ത സ്ത്രീകൾ അവരോട് ചോദിക്കുകയാണ്, കുറച്ച് എണ്ണ ഞങ്ങൾക്കും കൂടി തരാമോ എന്ന്. അപ്പോൾ വിവേകമതികൾ പറയുന്നു, നിങ്ങൾക്ക് കൂടി എണ്ണ തന്നാൽ 2 പേർക്കും വിളക്കുണ്ടാവില്ല, പെട്ടെന്ന് വിളക്ക് ഇരുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ എണ്ണ വിൽക്കുന്ന ആളുടെ എണ്ണ വ്യാപാരിയുടെ അടുത്ത് പോയി എണ്ണ വാങ്ങിക്കൊണ്ടുവന്ന് തിരികൊളുത്തു എന്ന് പറയുന്നു.
ഇവർ വിവേകമില്ലാത്ത സ്ത്രീകൾ എണ്ണ വാങ്ങാൻ പോയ സമയത്ത് മണവാളൻ വരികയും ഇവർ വിരുന്ന് വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുകയും കവാടം തുറക്കപ്പെടുകയും ഇവരത് ആ വിരുന്ന് സൽക്കാരത്തിലേക്കായിട്ട് ഇവർക്ക് പ്രവേശനം കൊടുക്കുകയും ചെയ്യുന്നു. കുറച്ച് സമയത്തിന് ശേഷം വിവേകമില്ലാത്ത സ്ത്രീകൾ വന്ന് പ്രഭോ ഞങ്ങളെയും കൂടിയും കയറ്റണേ എന്ന് അഭ്യർത്ഥിക്കുകയും അദ്ദേഹം പറയും എനിക്ക് നിങ്ങളെ അറിയുകയില്ല, നിങ്ങൾ ആരാണെന്ന്. അങ്ങനെ അവർക്ക് മണവാളിനെ കാണാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മണവാളനെ സ്വർഗരാജ്യം എന്നുള്ളത് പ്രവാസത്തിനായി വിദേശത്തേക്ക് പോകുന്ന യജമാനനെ പോലെയാണ്. എപ്പോൾ വരണോ എപ്പോൾ പോകണോ എന്നുള്ളത് അറിയില്ല. അദ്ദേഹം പ്രവാസത്തിനായി പോകുന്ന യജമാനൻ പോകുന്ന സമയത്ത് തൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെ തൻ്റെ അടിമകൾക്ക് കൃത്യമായി ഭാഗിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഓരോരുത്തരുടെ പ്രാപ്തി അനുസരിച്ചിട്ടാണ് അവർ അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകൾ കൊടുക്കുന്നത്. ഏറ്റവും പ്രാപ്തി കൂടിയ അടിമയ്ക്ക് 5 താലന്ത് കൊടുക്കുകയും അതിൽ കുറഞ്ഞവന് 2 താലന്ത് കൊടുക്കുകയും ഒരു പ്രാപ്തിയും ഇല്ലാത്തവന് 1 താലന്ത് കൊടുക്കുകയും ചെയ്യുന്നു. വർഷങ്ങൾക്ക് ശേഷം യജമാനൻ തിരിച്ചു വന്നപ്പോൾ 5 താലന്ത് കൊടുത്തവൻ യജമാനോട് പറഞ്ഞു, യജമാനെ താങ്കൾ എനിക്ക് 5 താലന്തല്ലേ തന്നത്, ഞാനത് 10ആയി തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞ് 5 കൂടി കൊടുക്കുന്നു. 2 കൊടുത്തവൻ പറഞ്ഞു, യജമാനനെ അങ്ങ് എനിക്ക് 2 അല്ലേ തന്നെ, ഞാൻ 4 ആക്കി തിരിച്ചു തരുന്നു എന്ന്. 1 താലന്ത് കൊടുത്തവൻ യജമാനോടായി പറഞ്ഞു, താങ്കൾ വിതച്ചത് കൊയ്യാത്തവനും അധ്വാനിക്കാത്തത് ശേഖരിക്കുന്നവനുമായ ഒരു കഠിന ഹൃദയമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ താങ്കൾ ആ താലന്ത് ഞാൻ ഉപയോഗിച്ചില്ല, അത് ഞാൻ കുഴിച്ചിട്ടു. ഇതാ താങ്കൾ തന്ന ആ 1 താലന്ത് എന്ന് പറയുന്നു. അപ്പോൾ യജമാനൻ മറ്റുള്ളവരോട് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നുകയും ഇദ്ദേഹത്തിനോട് പറയുന്നു, നീ എന്നെ അങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നത്, ഞാൻ വിതയ്ക്കാത്തത് കൊയ്യാത്തവനും അധ്വാനിക്കാത്തത് ആണല്ലേ മനസ്സിലാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ നിനക്കൊരു കൊള്ളപ്പലിശക്കാരന് കൊടുത്തിട്ട് അതിനെ പലിശയാക്കാമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നീ ആ ഉള്ള താലന്തും കൂടിയും എനിക്ക് തിരിച്ചു തരിക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കുകയും മറ്റുള്ളവർക്ക് കൂടുതൽ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്ന കഴിവുകൾ, അപ്പോൾ ഓരോ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു വ്യത്യാസം കൂടി, നമുക്ക് തന്ന കഴിവുകൾ നമ്മൾ എത്രയാണ് തന്നത് വെച്ചെങ്കിൽ അത് കൂടുതൽ പരിപോഷിപ്പിക്കുക. ദൈവം തന്ന കഴിവുകളൊക്കെ തന്നെ കൂടുതൽ പരിപോഷിപ്പിക്കുകയാണെങ്കിൽ ദൈവം കൂടുതൽ തരുമെന്നും അതില്ലാത്തവൻ്റെ അടുത്ത് ഇല്ലാത്തവനുള്ളതെന്ന് ഉള്ളതും കൂടി എടുക്കുകയും ചെയ്യും എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് തരുന്നത്. അപ്പോൾ എൻ്റെ ബൈബിൾ വായനയിൽ എനിക്ക് വളരെയധികം എന്നെ സ്വാധീനിച്ച ചില വരികളാണ്. കാരണം നമ്മൾ ചെറിയ കാര്യങ്ങളിൽ വളരെ സെൻസിറ്റീവായിട്ട് നമ്മൾ ഉള്ളോട്ട് വലിയ വിതേടാവുക, വളരെ സെൻസിറ്റീവായിട്ട് തന്നെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുക. ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്ന ചില വരികളാണ്. ആകുലതകൾ വരുമ്പോൾ, ആങ്സൈറ്റി വന്നിട്ട് എൻ്റെ സമാധാനം കെടുത്തുമ്പോൾ മത്തായിയുടെ സുവിശേഷം ഞാൻ വായിക്കാറുണ്ട്. അതിൽ ആകാശത്തെ പറവകളെ നോക്കൂ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, നമ്മൾ എന്തിനാണ് ഇത്രയധികം മത്സരിക്കുന്നത്? നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ കർമ്മം ചെയ്താൽ മാത്രം മതിയല്ലോ എന്ന ഒരു പാഠമാണ് എൻ്റെ ഇരുണ്ട ദിനങ്ങളിലൊക്കെ എനിക്ക് പ്രകാശം ചൊരിഞ്ഞത്. പിന്നെ ഇതേപോലെ തന്നെ എനിക്ക് കഴിവുകളില്ല എന്ന് പറഞ്ഞ് ഞാൻ മൂടിയായിട്ടിരിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ ജീസസ് എന്നോട് പറഞ്ഞതാണ് ഉള്ള കഴിവ് പരിപോഷിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും മനുഷ്യ മനസ്സുകളെ നവീകരിക്കാൻ ഒതുങ്ങുന്നതാണ് യേശുവിൻ്റെ ടീച്ചിങ്സ് എല്ലാം തന്നെ. നമുക്ക് ശരിയായ ദിശാബോധം തരുന്ന സന്ദേശങ്ങളാണ് ജീസസ് ക്രൈസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇന്ന് ആൾദൈവങ്ങൾ വളരെയധികം കൂടിയിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഫേക്ക് ഡിവോഷനും ഒന്നും ഫേക്ക് ഏതാ ജെന്യുവിൻ ഏതാ എന്നുള്ളത് നമുക്ക് ഒരു ജനങ്ങൾക്ക് മനസ്സിലാക്കാത്തൊരവസ്ഥയിൽ കൂടി ഒരു ജനത പോകുന്നത്. കാരണം ആദ്യം ബാധിച്ചൊരു സമൂഹത്തിൽ ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് തെറ്റ് എന്ന്
അറിയാത്തൊരു രീതിയിൽ മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പ്രക്ഷുബ്ധതയിൽ അവർക്ക് എവിടുന്ന് സമാധാനം കിട്ടുമെന്നുള്ളത് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഇമ്മീഡിയറ്റ് റിസൾട്ട് എന്നാണ് പലപ്പോഴും ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിയേത് തെറ്റേത് എന്നറിയില്ല, ശരിയായ ടീച്ചിങ്സ് ഏതാണ്, തെറ്റായ ടീച്ചിങ് എന്നാണെന്നറിയാതെ ഡ്യൂപ്ലിക്കേറ്റുകളുടെ പിന്നാലെ ഓടുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഫേക്ക് ഡിവോഷനെ കുറിച്ചിട്ടും ജീസസ് പറയുന്നുണ്ട്. നമ്മൾ എപ്പോഴും, അതും മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ജീസസ് എപ്പോഴും നമ്മുടെ മനുഷ്യരുമായി സംവദിക്കുന്നത് കൊച്ചു കൊച്ചു കഥകളിലൂടെയാണ്. സാരോപദേശങ്ങളുള്ള, ഗുണപാഠങ്ങളുള്ള കൊച്ചു കൊച്ചു കഥകളിലൂടെയാണ്. അപ്പോൾ നമുക്കൊക്കെ തെറ്റുപറ്റാം, പക്ഷേ അനുദപിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് അടുക്കുന്നത് എന്നാണ് ജീസസ് പറയുന്നത്. ഒരു ചുങ്കക്കാരൻ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, യഹോവയുടെ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ജീസസിന് എപ്പോഴും പൗരോഹിത്യത്തോട് പരമപുച്ഛമായിരുന്നു. അപ്പോൾ പുരോഹിതൻ ജപമാല ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഞാൻ അങ്ങ് എന്നും ജപമാല ചൊല്ലുന്നുണ്ട്, എന്നും ത്യാഗങ്ങളും ഉപവാസങ്ങളും അനുഷ്ഠിക്കുന്നുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന കൈക്കൂലിക്കാരനായ ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ അവനെപ്പോലെ തെറ്റുകാരനല്ല. ഞാൻ ഇത്രയും അങ്ങയെ ഏതു നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ അദ്ദേഹത്തിൻ്റെ താങ്കളുടെ വലതുഭാഗത്ത് ഇരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കേൾക്കുന്ന കൈക്കൂലിക്കാരൻ പറയുന്നുണ്ട്, പിതാവേ, അങ്ങയുടെ മുന്നിൽ കണ്ണുയർത്തി നോക്കാൻ പോലും എനിക്ക് അർഹതയില്ല. തല കുമ്പിട്ട് നിന്നിട്ടാണ് പറയുന്നത്, തലയുയർത്തി നോക്കാൻ പോലും എനിക്ക് അർഹതയില്ല, ഞാൻ പാപിയാണ് എന്ന് പറയും. അപ്പോൾ യേശു ആരുടെ പ്രാർത്ഥനയാണ്, പിതാവ് ആരുടെ പ്രാർത്ഥനയാണ് കേട്ടിരിക്കുക എന്ന് യേശു ചോദിക്കുന്നുണ്ട്. പിതാവ് നിശ്ചയമായും പാപിയുടെ പ്രാർത്ഥനയാണ് കേട്ടിരിക്കുക. ജീസസിന് എന്നും സിന്നേഴ്സിനെയാണ് വേണ്ടത്, പാപികളെയാണ് വേണ്ടത്. അവരെ നവീകരിക്കുക എന്നുള്ളതാണ്. പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്നൊരു പാഠം കൂടിയാണ് ജീസസ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തെറ്റിൽ കുടുങ്ങിക്കിടക്കുകയും നമ്മൾ പ്രായശ്ചിത്തമില്ലാതെ കുറ്റബോധമായി ജീവിക്കുകയും ചെയ്യാൻ നമുക്കൊന്നും ക്രിയേറ്റീവ് ആവാൻ പറ്റില്ല, പ്രൊഡക്റ്റീവ് ആവാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പശ്ചാത്തപിച്ച് നമ്മൾ വീണ്ടും വീണ്ടും യേശുവിന് ചേർച്ചയിൽ, യഹോവയുടെ ചേർച്ചയിൽ, ജീസസിൻ്റെ പിതാവിൻ്റെ ചേർച്ചയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകും. വിനയം വേണം, എളിമ വേണം എന്നാണ് ജീസസ് പഠിപ്പിക്കുന്ന ആദ്യ പാഠം. നിർഭാഗ്യവശാൽ ക്രിസ്ത്യൻസും അതേപോലെ തന്നെ മനുഷ്യരിലും എന്നൊക്കെ എന്നേ കൈമോശം വന്ന ഒരു ഗുണമായി എളിമ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ വിനയമുള്ളവരാവാനും സത്യസന്ധരാവാനും നല്ല മനുഷ്യരാവാനും കഴിയട്ടെ എന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ദിനാശംസകൾ. നന്ദി, നമസ്കാരം.